കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഞാൻ പറയും ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പത്രം, ഏറ്റവും കൂടുതൽ TRP ഉണ്ടായിരുന്ന ഒരു ടെലിവിഷൻ, ഞാൻ പറയും ഒറ്റയാളാണ്, ധ്രുവ് റാത്തി എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്, മോന്തായം വളഞ്ഞാൽ മൊത്തം വളയെന്ന് പറഞ്ഞ പോലെ. പ്രൈം മിനിസ്റ്റർ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾ അക്കൗണ്ടുകളാകണമെന്ന് ഓരോ ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സും ചിന്തിച്ചു പോകുന്നു. അതാണ് യാഥാർത്ഥ്യം. ഒരു ചെറിയ പ്രതിഷേധത്തിന്റെ ജ്വാല പോലും നമ്മുടെ ഭരണാധികാരികളെ അലോസരപ്പെടുത്തുന്നതിന്റെ കാരണം എന്താണ്? ജനാധിപത്യത്തിൻ്റെ രണ്ടും നാലും തൂണുകൾ. പ്രതിനിധിയായി താങ്കൾ ഒരുപാട് കാലം ഡൽഹിയിലുണ്ടായിരുന്നു. അങ്ങ് ഇവിടെ സംസാരിച്ചതെല്ലാം വളരെ ആധികാരികമായ വിവരങ്ങളാണ് ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യൻ ഭരണഘടന മാറാതെ തന്നെ എന്തും ചെയ്യാൻ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയും എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്രഭരണ പ്രദേശമായി കേരളത്തെ മാറ്റാൻ പോലും ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. പക്ഷേ അങ്ങ് നേരത്തെ ഉൾപ്പെട്ടിരുന്ന മാധ്യമത്തിൻ്റെ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന പാർലമെൻറ്റിൻ്റെയും അംഗങ്ങളായിട്ടുള്ള പാർലമെൻ്ററി ഡെമോക്രസിയിൽ ചേരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ കൂട്ടായി എന്ത് പ്രതിരോധമാണ് ഉയർത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി? പ്രസ്ഥാനങ്ങളിൽ പ്രത്യയശാസ്ത്രങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും പകരം വ്യക്തികൾ വളർന്നു വരുന്നൊരു സാഹചര്യം അപകടകരമല്ലേ? അതിനെ തങ്ങളുടേതുള്ള ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ, രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് സംസാരിക്കാം. പേര് പറഞ്ഞോ. എന്റെ പേര് നാൻസി. ഓക്കെ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി നഷ്ടപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈവൻ ഇൻ കേരള കോൺഗ്രസ്സിലെ പല ആൾക്കാരും ഒരുമിച്ച് മറ്റ് പാർട്ടിയിലേക്ക് മാറിപ്പോകുന്ന ഒരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ എലക്റ്റഡ് ഒഫീഷ്യൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഡെമോക്രസി ഇനി വീണ്ടും നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എങ്കിൽ എങ്ങനെ? ഈവൻ വോട്ട് കൊണ്ട് പോലും നമുക്ക് സാധ്യമാകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സിനാരിയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഡു യു സ്റ്റിൽ തിങ്ക് ഇറ്റ്സ് പോസിബിൾ ടു റിസ്റ്റോർ ഡെമോക്രസി ഇൻ ഇന്ത്യ? സർ ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗവൺമെൻറ് പലപ്പോഴും പാർലമെൻറ്റിൽ ഡാറ്റ ഡ്രിവൻ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാറുണ്ട് സാർ അഭിപ്രായപ്പെടാറുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്ത് തരം ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമുക്ക് മിനിസ്റ്റേഴ്സിന് കുറച്ചും കൂടി ഒന്ന് ആൻസറബിളായിട്ട് ലയബിൾ ആക്കാൻ പറ്റുക? നമസ്കാരം സർ. എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഒരു കാലത്ത് പിരിച്ചുവിട്ട ചരിത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാനുള്ളൊരു തീരുമാനം ഒരുപക്ഷെ കേരളത്തിന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനത അതിനെ എങ്ങനെയാവും നേരിടുക? രണ്ടാമത്തെ കാര്യം, മീഡിയയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാനും മീഡിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗികമായ എന്തെങ്കിലും ഒരു നിഷ്പക്ഷതയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഈ മീഡിയകളെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ജനങ്ങൾക്ക് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുമോ? അതെങ്ങനെയായിരിക്കും? ഓക്കെ, ഞാൻ തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, മീഡിയ എന്ന കാരണത്തിൽ അത് ഞാനും കൂടി ഉൾപ്പെട്ട ഒരു ചിലന്തി വലയായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ മാധ്യമങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംസ്കാരം ഇന്ത്യയിലുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഫ്രീഡം ഓഫ് പ്രസ് മീഡിയ ഇൻഡെക്സിൽ നമ്മൾ കിടക്കുന്നത് 151. ഇന്ത്യ ഒരു
ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറയുന്നതും നമ്മളല്ല, ഒരു വിദേശത്തെ ഒരു സംഘടനയാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സംഘടനയാണ്. ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കണം, അതായത് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഒരു രാജ്യത്തെ നമ്മൾ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ രാജ്യത്ത് ഒരു ഫങ്ഷണലായിട്ടുള്ള ഒരു മീഡിയ വേണം, റീസണബിളി ഇൻഡിപെൻഡൻറ്റ് മീഡിയ വേണം, നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളീ പറയുന്ന ഫസ്റ്റ് പില്ലറുണ്ട്, സെക്കൻഡ് പില്ലറുണ്ട്, തേർഡ് പില്ലറുണ്ട്. പക്ഷെ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാലാമത്തെ നെടുന്തൂടെന്ന് പറയുന്ന ഒരു റീസണബിളി ഫ്രീ ആയിട്ടുള്ള ഒരു മീഡിയ ഇല്ലാത്ത കൊണ്ട് ആ ഭരണ സംവിധാനങ്ങളെ ആരും അവർ പോലും ഒരു ഡെമോക്രസി ആയിട്ട് കാണുന്നില്ല. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഈ മീഡിയ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്താണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി? അതും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇന്ത്യയിൽ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇന്ന് പത്രവും ടെലിവിഷനും കാണാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഞാൻ പത്രത്തിനെയും ടെലിവിഷനെയും മോശക്കാരാക്കാൻ വേണ്ടി പറയണമല്ല, അങ്ങനൊരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഓൾട്ടർനേറ്റീവ് മീഡിയയുടെ വക്താക്കളായിട്ടുണ്ട്. ഒരുപക്ഷെ മാതൃഭൂമിയുടെ തന്നെ ഡിജിറ്റൽ പതിപ്പുകൾ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്, ഡിജിറ്റൽ ഓൺലൈൻ ന്യൂസുകൾ വായിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പത്രം, ഏറ്റവും കൂടുതൽ TRP ഉണ്ടായിരുന്ന ഒരു ടെലിവിഷൻ, ഞാൻ പറയും ഒറ്റയാളാണ്, ധ്രുവ് റാത്തി എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. ധ്രുവ് റാത്തി ഉള്ള വ്യക്തി ഇപ്പം ഇവിടെ വിളിക്കുന്ന ആൾക്കാർക്ക് പോലും ബോധ്യമായി. നോക്കൂ, അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ സ്വയം തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഈ പ്രക്രിയ അനസ്യൂതം മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അവരുടെ നഷ്ടപ്പെട്ട പ്രതാപവും ക്രെഡിബിലിറ്റിയും തിരിച്ചു പിടിക്കണമെങ്കിൽ ജനങ്ങളുടെ പക്ഷത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴെങ്കിലും കൈവരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ഈ കേരളം, ഞാനത് ഒരു സാങ്കല്പികമായി പറഞ്ഞതാണ് കേട്ടോ, കേരളത്തിലെ യൂണിയൻ ടെറിട്ടറി ആക്കാം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഈ ആർട്ടിക്കിൾ 3 ദുരുപയോഗിച്ച ഒരു സംസ്ഥാനത്തെ ഒരു സുപ്രഭാതത്തിൽ കേന്ദ്രഭരണ പ്രദേശം ആക്കിയതിൻ്റെ ഒരു പ്രത്യാഘാതം, സ്വാധീനം എത്രയാണെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആലസ്യത്തിൽ ഇരിക്കുന്ന നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും വേസ്റ്റ് വിഷ്വലൈസ് ചെയ്യേണ്ടി വരും. ലോകത്താരും വിചാരിച്ചില്ല ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു ഒരു സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന 1957 EMS ഗവൺമെൻറ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹം പിരിച്ചുവിടപ്പെട്ടുവെന്ന് ആരും വിചാരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ അതിന് പ്രതിരോധം തീർക്കാനുള്ള ഒരു തലം നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ഹൗ ടു മേക്ക് ദി മിനിസ്റ്റേഴ്സ് അക്കൗണ്ടബിൾ. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ വ്യക്തികളൊക്കെ പാർലമെൻറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിശക്തമായിട്ട് സംസാരിക്കുന്നത് തന്നെ ഒരുപക്ഷെ ഈ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്, മോന്തായം വളഞ്ഞാൽ മൊത്തം വളയെന്ന് പറഞ്ഞ പോലെ, പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾ അക്കൗണ്ടുകളാകണമെന്ന് ഓരോ ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സും ചിന്തിച്ചു പോകുന്നു. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരുപക്ഷെ സഭയിൽ പൂർണ്ണസമയം ഇരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരു മാതൃകകൾ നമുക്കില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു അമിത പ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഡെമോക്രസി, എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം, ഇത് റിസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു പെർപ്പച്വൽ ഓപ്റ്റിമിസ്റ്റാണ്. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നൊരു കാര്യമുണ്ട്, അതായത് ഇത് കേവലം ഈ 4 നെടുന്തൂണുകൾ മാത്രം വിചാരിച്ചാൽ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് റോളില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റോളുണ്ട്. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റോളുണ്ട്, എന്തിനേറെ ഒരു ഉദ്യോഗസ്ഥന് റോളുണ്ട്, ഒരു വിദ്യാർത്ഥിക്ക് റോളുണ്ട്, ഒരു അധ്യാപകന് റോളുണ്ട്, ഒരു കോളേജിന് റോളുണ്ട്. നമ്മുടെ ഡെമോക്രസി നിലനിൽക്കുന്നത്
കേവലപരമായിട്ടുള്ള നെടുംതൂണുകളിൽ മാത്രമല്ല, ഒരുപാട് ആയിരക്കണക്കിന് കൊച്ചു സ്ഥാപനങ്ങളിലാണ്. ഒരു കോളേജ് തലയുയർത്തി നിൽക്കുമ്പോൾ അത് ഡെമോക്രസിയെ പരിപോഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എൻ്റെ കൂടി സ്ഥാപനമായിട്ടുള്ള ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു ചെറിയ പ്രതിഷേധത്തിൻ്റെ ജ്വാല പോലും നമ്മുടെ ഭരണാധികാരികളെ അലോസരപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഡൽഹി റൈറ്റ് കേസിൽ 5 വർഷം മുമ്പുള്ള റൈറ്റ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്നും ജയിലിൽ കഴിയുന്ന 5 വർഷം 6 വർഷമായി ജയിലിൽ കഴിയുന്ന 2 വിദ്യാർത്ഥികളുണ്ട്, ഉമർ ഖാലിദും ഷർജീലും. ആ 2 പേര് JNU വിദ്യാർത്ഥികളായിരുന്നു. ഒരുപക്ഷെ 15, 18, 20 വർഷം മുമ്പ് ഞാൻ ജവഹർലാൽ നെഹ്റു കോളേജിൽ ചർച്ച ചെയ്ത അതേ വിഷയങ്ങൾ അതേ രൂപത്തിൽ ചർച്ച ചെയ്തതിനാണ് ഒരുപക്ഷെ അവർ ഇന്ന് തീഹാർ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു പ്രസക്തിയുണ്ട്. ഇത് കേവലപരമായിട്ടുള്ള നെടുന്തൂണുകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരുപക്ഷെ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ, മാതൃഭൂമി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ അവകാശവും ഉത്തരവാദിത്വവും ഒരുപോലെ അടിവരയിടാനുള്ള ഒരു സർഗോത്സവമാണെന്ന് കൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ.